ഈ രാജ്യത്ത് വരുന്ന തലമുറ സ്വസ്ഥമായി ജീവിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തികളുടെ തോക്കുകൾക്ക് മുന്നില് പിരിമാറ് കാണിച്ചുകൊണ്ട് സ്വന്തം ഭാഷയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരുടെ മുന്നിലും അടിയറവ് പറയാതെ മുന്നോട്ട് പോയി അങ്ങനെ സമരം ചെയ്തു ജീവൻ നൽകി, ജീവിതം നൽകി, രക്തം നൽകി, സമ്പത്ത് നൽകി, അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് വീണ്ടെടുത്തിട്ടുണ്ട്. ആ ചരിത്രത്തിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തില് മുന്നിൽ നിന്ന് നയിക്കാൻ കറകളഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ശക്തി ഇന്ത്യ രാജ്യത്തിതാ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, 21 സംസ്ഥാനങ്ങളില് ഈ പാർട്ടിയുണ്ട്. അങ്ങ് ഗുജറാത്തിന്റെ മണ്ണില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ആസാമിലും ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഉൾപ്പെടെ 21 സംസ്ഥാനങ്ങളിൽ ഞങ്ങളിതാ ഇതിന്റെ പ്രവർത്തനവാഹകരായിക്കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകര് മുന്നോട്ട് പോകുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരില്, SDPയുടെ മുദ്രാവാക്യം പിടിച്ചതിന്റെ പേരില്, SDPയിൽ പ്രവർത്തിച്ചതിന്റെ പേരില് UAP ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ജയിലുകളില്, ബീഹാറിന്റെ ജയിലുകളില്, ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ജയിലുകളില് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വർഷങ്ങളായി ജയിലിലിട്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ നിന്നൊന്നും ഒരു തരി പോലും പിന്നോട്ട് പോകാതെ ഈ പ്രസ്ഥാനം ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ചരിത്രപരമായ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ മുന്നോട്ട് പോകും.